ഹായ് മക്കളെ, ഇനിയാണ് പ്ലസ് വണ്ണുകാരുടെ ഊഴം. അതായത് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെല്ലാവരും ഓണം എക്സാം എഴുതാൻ പോയ സമയത്ത് പ്രത്യേകിച്ച് എക്സാമുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമുകളും എഴുതാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഏകദേശം ഒരു മാസത്തോളം ലേറ്റ് ആയിട്ടാണ് അഡ്മിഷനൊക്കെ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് പൊതുവേ, അതായത് പ്ലസ് വണ്ണിലെത്തിയ വിദ്യാർത്ഥികൾ പൊതുവേ ഓണം എക്സാം ഉണ്ടാവാറില്ല. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ടേം എക്സാമാണ്. ഫസ്റ്റ് ടൈം നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. എന്നാൽ സെക്കൻഡ് ടേം എക്സാം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന ഗവൺമെൻറ് നടത്തുന്ന ആദ്യത്തെ എക്സാം തന്നെയാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിലായിരിക്കും എന്നൊന്നും നിങ്ങൾക്ക് അത്ര ഒരു ധാരണ ഉണ്ടാവില്ല. മക്കളെ, 60 മാർക്കിൻ്റെ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്, പല സബ്ജക്റ്റുകളും അല്ലേ. സോ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിൽ എഴുതി വെക്കേണ്ടത് എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. മക്കളെ, കൃത്യമായിട്ട് കോൺസെപ്റ്റ് 10-ാം ക്ലാസ്സിനേക്കാളൊക്കെ അപ്പുറം നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലസ് വൺ എന്ന് പറയുന്നത് വലിയൊരു തോൽവിയായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും അറിയുന്ന കുറേ ആളുകളുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിയായി വന്നുകൊണ്ട് 10-ാം ക്ലാസ്സിൽ ഒരുപാട് മാർക്ക് വാങ്ങി വന്നുകൊണ്ട് യൂണിറ്റ് ടെസ്റ്റുകൾക്കൊക്കെ തോൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ മാർക്ക് ഒരുപാട് കുറയുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ തന്നെ ആയിരിക്കും അത് എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് വണ്ണിൽ നല്ലൊരു മാർക്കോട് കൂടി എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ബാച്ച് ഓറിയൻറ്റേഷൻ മറക്കരുത്. നിങ്ങൾ ഇന്നത്തെ അല്ല, നിങ്ങൾ നാളെ 18-ാം തീയതിയുള്ള 18-ാം തീയതിയുള്ള 18/9/2024 നടക്കുന്ന ആ ബാച്ച് ഓറിയൻറ്റേഷൻ ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. അതിൽ കൃത്യമായിട്ട് ഈ പ്ലസ് വണ്ണിൻ്റെ ഈ സെക്കൻഡ് ടേം എക്സാമിൽ എങ്ങനെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നും കൃത്യമായുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി സ്ട്രാറ്റജി കൂടി നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. പ്ലസ് വൺ മക്കളോട് എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, മക്കളെ, 10-ാം ക്ലാസ് നിങ്ങൾ നേടിയെടുത്തതാണല്ലോ, നിങ്ങൾ കഷ്ടപ്പെട്ടാണല്ലോ പഠിച്ചത്. ഇതേ രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണും നിങ്ങൾക്ക് ഗംഭീരമായിക്കൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കും. 10-ാം ക്ലാസ്സിൽ നമ്മൾ ഫുൾ A+ലേക്കാണ് ഫോക്കസ് ചെയ്തെങ്കിൽ പ്ലസ് വണ്ണിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, നമ്മൾ ഫുൾ മാർക്കിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ എറിയുന്ന ദൂരം കുറച്ച് വലുതാണ്, അത് നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേ മതിയാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.